നിക്ക്. ആരും പോകരുത്. ഇത് ഇവിടെ തന്നെ ആക്കിയത് നിങ്ങൾക്ക് കൂടെ കാണാൻ വേണ്ടിട്ടാ. ഇവനെ അറിയോ നിങ്ങൾ? ഇവൻ ഉണ്ണികൃഷ്ണൻ, ബോൾഡസ്റ്റ് ന്യൂ കമർ ഓഫ് ദ ഇയർ. കണ്ടോ ആ മുഖത്തെ ദേശം കണ്ടോ? ക്യാമ്പസിന്റെ പുതിയ ആംഗ്രി യങ് മാൻ. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ പപ്പനെ കുറിച്ച് പ്രിൻസിപ്പലിന് പരാതി എഴുതി കൊടുക്കാൻ ധൈര്യം കാണിച്ച ആദ്യത്തെ ആൺ സിംഗം. ഒറ്റ അനങ്ങിപ്പോരുത്. ധീരനായ ഉണ്ണികൃഷ്ണൻ അനുസരണയുള്ള കുഞ്ഞാടാവുന്ന കാണണ്ടേ? ആ ഉണ്ണി, പ്ലീസ് റിമൂവ് യുവർ ക്ലോത്ത്. ഇവരൊക്കെ നിന്നെ കുറച്ചുകൂടി ഇന്റിമേറ്റ് ആയിട്ടൊന്ന് പരിചയപ്പെടട്ടെ. പെൺപിള്ളേർക്ക് വേണ്ടിയിട്ടാ ഇന്നത്തെ ഷോ. ഇന്നലത്തെ പോലെ ഷൈൻ ചെയ്യാൻ നിൽക്കണ്ട. വെറുതെ ഉള്ളമാർ മുമ്പ് കിടന്ന് ചടക്ക് വായിക്കും. അങ്ങോട്ട് മാറാം. എന്താ അവിടെ കാലാണോ? ഇങ്ങോട്ട് മാറാം. വേണ്ട ഉണ്ണി. ഓഹോ വേണ്ട ഉണ്ണി. പ്രശ്നം ഉണ്ടാക്കണ്ട ഉണ്ണി. വേണ്ടാന്ന്. എന്താ 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 മക്കളെ? വീണ് കഴിഞ്ഞപ്പോ സഹായിക്കാൻ എത്ര പേരാണെന്ന് കണ്ടില്ലേ? ഗച്ചില്ലാത്തമാര്. ഉശിരും ചാടയൊക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ച പപ്പന്റെ പണി കഴിഞ്ഞെന്ന്. പൊതുവെ വാങ്ങിച്ചെങ്കിലും ദേഷ്യം ബാക്കിയുണ്ടല്ലോ പയ്യന്. നോക്കി നിൽക്കാതെ പോയി ശവപ്പെട്ടിക്ക് ഓർഡർ കൊടുക്കണോ? പോ, എല്ലാരും പോ. സാർ ഒരു വാക്ക് പറഞ്ഞാൽ മതി, അവനെ പിടിച്ച് ഇടിച്ച് ലോക്കപ്പിലിട്ട് പിഴിഞ്ഞോളാം എന്ന് പറയാവുന്നൊരവസ്ഥയല്ല സാർ എന്റേത്. കോളേജിനകത്ത് കിടന്ന സംഭവത്തില് പോലീസിനൊന്നും ചെയ്യാനൊക്കത്തില്ലെന്ന് സാറിന് തന്നെ അറിയാലോ. അല്ലെങ്കിൽ പിന്നെ പ്രിൻസിപ്പാൾ എഴുതി തരണം. അയാളത് ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഇവിടെ വരുമായിരുന്നോ? അതാ കുഴപ്പം. സാർ ഒരു കാര്യം ചെയ്യും, കമ്മീഷണർക്ക് ഒരു പെറ്റീഷൻ കൊടുക്കുക. മോളിന്ന് പറഞ്ഞാൽ ഞാൻ ചാർജ് ചെയ്യാം. വേണ്ടൊരു അയക്കും മേളിൽ നിന്ന് ഉത്തരവ് വേണ്ടി വരും. പിന്നെ ഞാൻ ഈ കടലാസം ചുരുട്ടി പിടിച്ചോണ്ട് ഐജിയുടെ വരാന്ത നിരങ്ങേണ്ടി വരും. സാറ് എഴുതുന്ന സ്വഭാവ സർട്ടിഫിക്കറ്റും വെച്ചാണ് ഞാൻ പോലീസിൽ അപേക്ഷിച്ചത്. പക്ഷെ എന്ത് ചെയ്യാനാ സാറേ, സഹായിക്കാൻ എനിക്ക് വകുപ്പില്ല. വേറെ എന്തെങ്കിലും പേര് പറഞ്ഞ് പിടിച്ചിട്ടാണ്ടി കൊടുക്കാന്ന് വിചാരിച്ചാലും നടക്കുകയില്ല. ആ പപ്പൻ എന്ന് പറയുന്ന റാസ്കലെ വലിയ പിടിപാടുള്ളതാണ് സാറേ. GPയുടെ ആളാവൻ. ആ GP ജി പരമേശ്വരൻ. സംയുക്ത സമര സമിതി സിന്ദാബാദ്. ബോണസ് സമരം സിന്ദാബാദ്. സഖാവ് GP സിന്ദാബാദ്. ബോണസ് സമരം സിന്ദാബാദ്. ഗുലാബ് സിന്ദാബാദ്. ഇത്തവണ കുറച്ച് നീണ്ടുപോയല്ലേടോ. സാരമില്ല, ഇന്ന് രണ്ടിലൊന്നും ആക്കും ഞാൻ. നമ്മുടെ ഭാഗത്തും ചെറിയൊരു വിട്ടുവീഴ്ച വേണ്ടിവരും. നടക്കട്ടെ. സഖാവ് GP സിന്ദാബാദ്. മന്ത്രി എത്തിയിട്ടുണ്ട്, ചെയർമാൻ റൂമിലിരിക്കുന്നു. ഓ, അപ്പൊ സമയത്തിനെത്താനും അറിയാം അല്ലേ? ചെയർമാന്റെ മുറിയിൽ അടയിരിക്കാതെ കോൺഫറൻസ് ഹാളിലേക്ക് വരാൻ പറയടോ തന്റെ മിനിസ്റ്ററോട്. ചർച്ച തുടങ്ങാം അല്ലേ? വേണ്ട. 51 ദിവസത്തെ ഈ സമരത്തിന്റെ ഇടയില് ഇത് 6ാമത്തെ തവണയാ ചർച്ച.
ഈ ഏർപ്പാടിന്റെ പേര് ചർച്ച ചെയ്യുന്നതാണെങ്കിലേ ഐ ജസ്റ്റ് ഡോണ്ട് ഹാവ് ടൈം ടു വേസ്റ്റ് ഓൺ സച്ച് എ പാർട്ട്. അല്ല മിസ്റ്റർ ജെ പി, ഞാനൊന്ന് പറഞ്ഞോട്ടെ. നോ, നിങ്ങൾക്ക് ഒന്നും പറയാനുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം. തൊഴിലാളികളുടെ ഡിമാൻഡ്സ് നിങ്ങളുടെ മുമ്പിലുണ്ട്. അത് അംഗീകരിക്കുന്നെങ്കിൽ നമുക്ക് ഒത്തുതീർപ്പാവാം, അതല്ലെങ്കിൽ തിരിച്ചു പോകാം. പ്ലീസ്, ബോണസ് ഡിമാൻഡ് 4% കുറയ്ക്കാൻ നിങ്ങൾ സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ സമരം പൊളിക്കണമെന്ന മുഖ്യമന്ത്രിയുടെ സ്റ്റാൻഡ് ഞാനെന്ത് ചെയ്യണം? ഏതോ കുമാര, ഒരു പൂവമ്പഴം പൊളിക്കാൻ പോലും ശേഷിയില്ലാത്ത തന്റെ സർക്കാർ സമരവും പൊളിക്കുകയില്ല, ഒരു പുല്ലും പൊളിക്കുകയില്ല. ഇതൊരു വല്ലാത്ത തന്ത്രമാണല്ലോ. നമ്മളൊരു കോൺഫറൻസിലാണ് ജെ പി, അത് മറക്കരുത്. എനിക്ക് പറയാനുള്ളത് മുഴുവൻ നിങ്ങൾ കേൾക്കാൻ തയ്യാറില്ലെങ്കിൽ ഇനി ഇത് തുടരുന്നതിൽ അർത്ഥമില്ല. ഓഹോ, അവിടെ ഇരിക്കണം. നിങ്ങൾ വിളിച്ചുകൂട്ടിയ കോൺഫറൻസ് ആയത് ഏകപക്ഷീയമായിട്ട് വാക്കൗട്ട് നടത്താനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ നിങ്ങൾ മന്ത്രിയായിരിക്കുന്നിടത്തോളം കാലം ഈ സമരം തീരില്ല. ഒറ്റ വ്യവസ്ഥ എനിക്ക് പറയാനുള്ളൂ, ബോണസ് ഡിമാൻഡ് 2% കുറയ്ക്കാം. പക്ഷെ തൊഴിലാളികൾക്ക് കിട്ടാനുള്ളത് നാളെ തന്നെ ക്യാഷ് ആയിട്ട് വിതരണം ചെയ്യണം. ഇല്ല ഇല്ല, അത് പറ്റില്ല. വേണ്ട വേണ്ട, ആ പേട്ട് തലയിട്ട് കുളിക്കണ്ട. ഇന്ന് വരെ ഈ സമരം തീർന്നാൽ അതിന്റെ മുഴുവൻ ക്രെഡിറ്റ് നിങ്ങൾക്കാ. ഒരു വലിയ സമരം തൊഴിൽ മന്ത്രി കുമാരന്റെ സാന്നിധ്യത്തിൽ ഒത്തുതീർപ്പായിന്ന് പത്രങ്ങൾ എഴുതും. ഓക്കെ, എഗ്രി. പത്രക്കാരെ ക്ഷണിക്കണം കമ്പനി ഗസ്റ്റ് ഹൗസിലേക്ക്. അവിടെ വെച്ചാ എഗ്രിമെന്റ് ഒപ്പിടുന്നത്. വാ. പപ്പനെ പുറത്താക്കുക, കോളേജ് ഗുണ്ടായിസം അവസാനിപ്പിക്കുക. എന്റെ അമ്മ, എന്താ ഇത്? ഈ കോളേജിന്റെ കംപ്ലീറ്റ് ഡിസിപ്ലിൻ തകർന്നല്ലോ. എന്റെ ദൈവമേ, ആരുമില്ല ഈ കോളേജിൽ നിന്ന് രക്ഷപ്പെടുത്താൻ. ഇതൊരു നാഥനില്ല കളരിയായി മാറിയല്ലോ ദൈവമേ. ഇന്ന് ഇവിടെ ഒരു കൊലപാതകം നടന്നില്ലെങ്കിൽ എന്നെ ഇഷ്ടമുള്ള പേര് വിളിച്ചോട്ടെ കുട്ടികള്. ഈച്ചയെന്നോ പൂച്ചയെന്നോ ഒന്ന് മതിയാക്കളൂ. ലുക്ക് ഉണ്ണികൃഷ്ണൻ, ഈ സമരത്തിന്റെ പേരിൽ എന്ത് അക്രമം നടന്നാലും യു വിൽ ബി ഹെൽഡ് റെസ്പോൺസിബിൾ. ആ പപ്പൻ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് താൻ ഇവരെ പറഞ്ഞ് പിന്തിരിപ്പിക്കണം. അതാ നല്ലത്. ഞാൻ പറഞ്ഞാലെന്നവർ കേൾക്കില്ല സാർ. ഞാൻ ആരുടെ നേതാവല്ല. നോ, ഐ വോണ്ട് അലോ സച്ച് എക്സ്ക്യൂസസ്. എനിക്കറിയാം താൻ തന്നെ അവരുടെ നേതാവ്. ഗോ, വൺ ശബ്ദം. സാറേ, പത്തൊന്നും ഇറങ്ങിയിട്ടുണ്ട്. ഉഗ്രന്റെ അടി നടക്കും ഉറപ്പാ. സാർ, ഞാനൊരു സിക്കിലി വഴി കൊടുത്തിട്ട് പൊക്കോട്ടെ. ഒന്ന് പോടോ. താങ്ക് യു സാർ. നിൽക്കണോടെ. അപ്പൊ പോണ്ടേ? പപ്പനെ പുറത്താക്കുക, കോളേജ് ഗുണ്ടായിസം അവസാനിപ്പിക്കുക. എന്താടാ, കൊച്ചു പിള്ളേരെ പിച്ചിയും മാന്തിയും കളിച്ച് ഇത്രയൊക്കെ ഒപ്പിച്ചു അല്ലേ? ഏയ്, കുഴപ്പമൊന്നുമില്ല. അതെ, സ്വല്പം ബ്രീഡ് ചെയ്തതിന്റെ ക്ഷീണമുണ്ട്. ദാറ്റ്സ് ഓൾ. ഒന്നിനും കുറവ് വരുത്തണ്ട.
വെച്ചോ. ഇറങ്ങാം. പൊട്ടടാ. ഓ അവന്റെ പേരെന്താണ് പറഞ്ഞത്? ഉണ്ണികൃഷ്ണൻ. ഉണ്ണികൃഷ്ണൻ. ഐ വോണ്ട് ഹിം. എനിക്ക് അവനെ വേണം. വിതൗട്ട് എനി ഡാമേജ്. അവനെവിടെ ഉണ്ണി? ആരാ മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? അവനെവിടെ ഉണ്ണികൃഷ്ണൻ? അവൻ ഇവിടെ ഇരിക്കാം. അവനെ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ തിരിച്ചു വരും. സൂക്ഷിച്ചോ.